നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പാലക്കാട് ചരിത്രകാരൻ, പ്രാദേശിക ചരിത്രകാരനും എഴുത്തുകാരനുമായ ആദരണീയനായ ശ്രീ തരവത്ത് ഈശ്വർ കുമാർ സാറാണ്. ഈശ്വർ കുമാർ സാറിന് പടവുകളിലേക്ക് സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ മിക്കവാറും ഒരു ഭാഷാ ശൈലി എന്ന് പറഞ്ഞാൽ ചരിത്ര കുതുകിയാണ്, ചരിത്ര അന്വേഷിയാണ്. അതിനെക്കുറിച്ചാണ് സാറിൻ്റെ മിക്ക രചനകളും കടന്നു പോകുന്നത്. എങ്ങനെ പറയൂ സാർ? ചരിത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു എൻ്റെ തൊഴിൽ, അതായത് നമ്മുടെ ഒരു തൊഴിലുണ്ടല്ലോ, തൊഴിൽ ഇന്ത്യൻ നേവിയിൽ ഓഫീസറായിരുന്നു ഞാൻ. അതെ, ബേസിക്കലി നേവിയിലാണ് എൻ്റെ 18 വർഷവും കഴിഞ്ഞു സർവീസ് ചെയ്തത്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അക്ഷരങ്ങളോടും സാഹിത്യത്തോടും ഒക്കെ ഉള്ള ഒരു അഭിരുചിയും വായനയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ പോയിട്ടും കളഞ്ഞില്ല. അങ്ങനെ അത് സായുധ സേനയിലെ ജീവിതത്തിലും കലാഹൃദയം മറന്നില്ല, അത് കളഞ്ഞിട്ടില്ല. അങ്ങനെ അത് തുടർന്നു വന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ സൂട്ട് കേസിൽ പലപ്പോഴും പഴയ മാഗസിനുകളും ഈ ബോംബെയിൽ മാട്ടുകയിൽ നിന്ന് ഞാൻ വാങ്ങുന്ന കുറേ പഴയ മാഗസിനുകൾ 1 വർഷത്തെയും 2 വർഷത്തെയും ഒക്കെ വാങ്ങി നിറച്ചാ പോവുക. എയർപോർട്ടിലൊക്കെ ചിലപ്പോൾ നിർത്തിയിട്ടുണ്ട്, ഇതെന്താണെന്ന് ചോദിച്ചിട്ട്, ഇതിൻ്റെ അകത്തൊക്കെ വല്ല ഡ്രഗ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ അങ്ങനെ. പക്ഷെ ആ താല്പര്യം കളയാതെ ഇരുന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് 18 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയ ശേഷമാണ് എനിക്ക് ഈ സാഹിത്യം നാട്ടിലുള്ള എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അത് സാഹിത്യ പ്രതിഭകളെ പുറത്തേക്ക് പലരെയും പരിചയപ്പെടാനും അത് എൻ്റെതായ അക്ഷരങ്ങളുടെ രൂപത്തിൽ ചെയ്യാനും ഒക്കെ. അതിനൊരു നിമിത്തമായത് എനിക്ക് തോന്നുന്നത് തരവത്ത് അമ്മാളുമ്മ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യകാല സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷയായ തരവത്ത് അമ്മാളുമ്മ, അവരുടെ ഒരു പൈതൃക ബലം ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അവരെ ഒന്നും കാണാനോ ആ കാലത്ത് ജീവിക്കാനോ ഉള്ള ഭാഗ്യമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ കേട്ടറിവ്, എൻ്റെ മുത്തശ്ശിയിൽ നിന്ന് കേട്ടറിഞ്ഞ് അവരുടെ പലതും, അവരുടെ ചരിത്രം പറയാം അല്ലേ? തീർച്ചയായും. അതായത് തരവത്ത് അമ്മാളുമ്മയുടെ സഹോദരനാണ് ഇന്ത്യയിലെ ദ്രവീഡിയൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ TM നായർ സാർ. അതെ, ഇന്ത്യൻ ദ്രവീഡിയൻ മൂവ്മെന്റിന്റെ ഫൗണ്ടേഴ്സാണ്. ജസ്റ്റിസ് പാർട്ടി മുതൽ ത്യാഗരാജ ചെട്ടിയാർ, മുതലിയാർ, TM നായർ സാർ, ത്രിമൂർത്തി അല്ല, ഒരാളും കൂടി ഉണ്ട്. വൺസ് മോർ, ഐ മീൻ പെരിയോർ രാമസ്വാമി നായിക്, EV രാമസ്വാമി നായിക്, അദ്ദേഹം കൂടി. 4 പേരാണ് അതിന്റെ നോൺ ബ്രാഹ്മണിക്കൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഇൻ തമിഴ്നാട്. തികഞ്ഞ എത്തിസ്റ്റുകളായിരുന്നു, ഭൗതികവാദികളാണ്. പക്ഷെ അമ്മാളുമ്മയെ സംബന്ധിച്ചോളം, അമ്മാളുമ്മ നല്ലൊരു ഭയങ്കര കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ ആർട്ടിക്കിളുകൾ പോലെ നമ്മളെ കൂട്ടുകൂടല്ല മര്യാദ, കൂട്ടുകാരോട് ചേരണം എന്നൊക്കെ പറയുന്ന പഴയ സൂക്തങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥനാഗീതങ്ങൾ. അതുപോലെ അമ്മാളുമ്മയുടെ ആ ഒരു പാരമ്പര്യം അങ്ങയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്വാധീനം ഉണ്ട്, നല്ലവണ്ണം. ചെറുപ്പം തൊട്ട് തന്നെ അത് കേട്ടിട്ടും, മുത്തശ്ശിയിൽ നിന്ന് അത് കേട്ടതും, അതിന് ശേഷം പിന്നെ അവരോട് ബന്ധപ്പെട്ടൊക്കെ പോയി കാണാനുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ, അവരുടെ വടക്കന്തറ എന്ന് പറയില്ലേ, പാലക്കാടായിരുന്നു അവരെ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ ഇത് കണ്ടതുകൊണ്ട്, പറളിയാണ് ഞാൻ പഠിച്ചത്, തരവത്ത് തറവാട്. അതെ, അവിടെ അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ 4 വീടുണ്ട്, 4 സിസ്റ്റേഴ്സ്, 4 ഭാഗം. ഒന്ന് പറളി, ഒന്ന് വടക്കന്തറ, പിന്നെ ഒന്ന് പെരുങ്ങോട്ടുകുറിശി, ഒന്ന് പിരായിരി. 4 തരവത്തുണ്ട്, 4 സിസ്റ്റേഴ്സാണ്. അതിൽ ഞങ്ങൾ പറളി ബ്രാഞ്ചിലായിരുന്നു. എൻ്റെ മുത്തശ്ശിയൊക്കെ അവിടെയാണ്. അതവിടെയായിരുന്നു. വടക്കന്തറയിൽ ഒരു കൂട്ടുണ്ട്. അമ്മാളുമ്മ എല്ലാം താമസിച്ചിരുന്നത് വടക്കന്തറയാണ്. ഇന്നും ഒരു ഡോക്ടർ TM നായർ സ്കൂളുണ്ട് വടക്കന്തറയിൽ, കണ്ടിട്ടുണ്ട്. ഇപ്പൊ വെറും നായർ സ്കൂളായിട്ടുണ്ട് അത്, കാരണം ഗവൺമെന്റ് ഏറ്റെടുത്തു. അപ്പോൾ ഡോക്ടറൊക്കെ പോയിട്ട് ആ ബോർഡ് എഴുതേണ്ട സൗകര്യത്തിനായിരിക്കാം ഡോക്ടർ നായർ സ്കൂൾ എന്നാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെയാണ്.
ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ശരിയായിട്ടുള്ള ആത്മീയ ഇതിലായിരുന്നു അമ്മാളും അമ്മ. അവര് ആത്മീയ ജീവിതം നയിച്ചു വരുന്ന വ്യക്തിത്വം. 3-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. അതാണ് അതിൻ്റെ രസം. പിന്നെ വീട്ടിൽ സംസ്കൃതം, ഹിന്ദി, തമിഴ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ് 5 ഭാഷകളും വീട്ടിലിരുന്ന് പഠിച്ചതാണ് സ്വന്തമായിട്ട്. എന്നിട്ട് അവർ ഇംഗ്ലീഷിൽ വരെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ള പുസ്തകത്തിന് മലയാള തർജ്ജമ ചെയ്തത് ഇദ്ദേഹമാണ്. ഏഷ്യയുടെ ശ്രീ ബുദ്ധ ഭഗവാൻ അമ്മാളും അമ്മയാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്തത്. ശ്രീബുദ്ധൻ ഏഷ്യയുടെ വെളിച്ചം. അത്രയും അവരെ ആ കഴിവ് ഞാൻ അതിനു വേണ്ടിയിട്ട് മാത്രം അത് സൂചിപ്പിച്ചതാണ്. പിന്നെ ഈ അവരുടെ ബ്രദറാണ് ഈ ഡോക്ടർ ടി എം നായർ എന്നുള്ളത്. അവർ തികഞ്ഞ എത്തിസ്റ്റായിരുന്നു. അവർക്ക് ഇതിലൊന്നുമില്ല. അവർ ഭൗതികമായിട്ടുള്ള കാര്യം മാത്രം. അവർ പറയുന്നത് വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുക, അറിവ് നേടുക. പ്രത്യേകിച്ച് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ജാതി സമ്പ്രദായങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം കഴിവുള്ള പലർക്കും വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവർ പഠിക്കാനോ മറ്റുള്ളതിനൊന്നും സൗകര്യം. അതിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് ശ്രദ്ധ മുഴുവൻ. പക്ഷെ അദ്ദേഹം ഒരു ഭിഷഗ്വരനായിരുന്നു. അതെ, വൈദ്യശാസ്ത്രം ഡോക്ടറാണ്. എന്താണെന്ന് വെച്ചാൽ തൊഴിൽ അതായതുകൊണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയവും അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ചെലവ് ചെയ്തത് ഈ സാമൂഹ്യ പ്രവർത്തനത്തിലായിരുന്നു അദ്ദേഹം ചെലവിട്ടത്. അതിനുശേഷം അദ്ദേഹം പാലക്കാട്, അദ്ദേഹത്തിന് അന്ന് സൗകര്യങ്ങളില്ല പാലക്കാട് ഇതിനൊന്നും. അപ്പോൾ അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ നിന്ന് ഡോക്ടർ ടി എം നായർ റോഡുണ്ട്, മൗണ്ട് റോഡ് ചേർന്നിട്ട് ഡോക്ടർ ടി എം നായർ റോഡ്. അപ്പോൾ ഈ ചെന്നൈയിൽ പോയിട്ട് അദ്ദേഹം ഒരു റൂം എടുത്തിട്ട് അവിടെ അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങി. പാവപ്പെട്ട ആൾക്കാർക്ക്, റിക്ഷക്കാർ, മറ്റേവർക്കെല്ലാം ഫ്രീ ആയിട്ട് ചികിത്സ. അങ്ങനെ അന്നത്തെ എത്ര കൊല്ലം മുൻപാണ്, 150 വർഷങ്ങൾക്ക് മുന്നേ. 120-130 വർഷം അത്രയായിട്ടു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോയിട്ട് അവിടെ നിന്നാണ് അദ്ദേഹത്തിന് കൂടുതൽ ഈ ഇന്ത്യയുടെ ഇല്ലായ്മയെപ്പറ്റി മനസ്സിലാക്കുന്നതൊക്കെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്നൊക്കെ മനസ്സിലാവും. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ ഇരുന്നിട്ട് ഇതിച്ച് ആ സമയത്താണ് അദ്ദേഹത്തിന് ഈ ബ്രാഹ്മണിക്കൽ ഈ ഒരു അരക്ഷിതാവസ്ഥ, എന്തായാലും പറയാം, ഒരു സമതുലനം ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മൾ പറയില്ലേ, ജാതി വ്യവസ്ഥ. അതിൽ അന്ന് ബ്രാഹ്മൺസ് കൂടുതൽ, പ്രത്യേകിച്ച് ചെന്നൈ മാതിരിയുള്ള സ്ഥലത്ത് ഈ അയ്യങ്കാർമാർ അവർ. അപ്പോൾ അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരു സവർണനാണ്. അതാണ് അദ്ദേഹം അതിനെതിരെ അവിടെ കുറച്ച്. അപ്പോൾ ആദ്യകാലത്തൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ അധ്യായം അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആൾക്കാർ പ്രതീക്ഷിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഇരുന്ന് അദ്ദേഹം ഈ സുഹൃത്തുക്കളെ കിട്ടിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഇറക്കി. ഇംഗ്ലീഷിലാണ് ജസ്റ്റിസ്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ തരാം കേട്ടോ. ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു പത്രം തമിഴ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ആയിരുന്നു. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ. അതിന് ജസ്റ്റിസ് പാർട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ഈ ജസ്റ്റിസ് എന്ന പേര് വന്നതിന് ശേഷമാണ് ജസ്റ്റിസ് പാർട്ടി. അതായത് അദ്ദേഹത്തിന് തോന്നുകയാണ് രാഷ്ട്രീയത്തിൽ കൂടെ മാത്രമേ നമുക്കിത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അതെ, ഡെഫിനറ്റ്ലി ആൾക്കാർ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതൊരു ഒരു വളരെ റിയാലിറ്റി ഉള്ള കാര്യമില്ലേ. രാഷ്ട്രീയ പൊളിറ്റിക്സിലാണ് ഇതെല്ലാം സാധ്യമാവും, ഡെമോക്രസിയിലാണ് ഇതെല്ലാം സാധ്യമാവും. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പുതിയ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ഇടപെട്ടുകൊണ്ടല്ലാതെ തിരുത്താൻ കഴിയില്ല. ജസ്റ്റിസ് പുനഃസ്ഥാപിക്കാൻ നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞ ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ്. അത് അന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു, ഡോക്ടർ ടി എം നായർ സാർ. അങ്ങനെയാണ് അദ്ദേഹം ജസ്റ്റിസ് പാർട്ടി രൂപീകരിക്കലും അങ്ങനെ ഇതായിക്കൊണ്ട്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ദൈവവിശ്വാസങ്ങൾ ആത്മീയമായിട്ടൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതിൽ ഫോളോവേഴ്സ് കുറവായിരുന്നു എന്നാണ്. അത് ഏത് കാര്യത്തിനും അങ്ങനെ തന്നെ, എല്ലാ നല്ല കാര്യത്തിനും കുറച്ച് ആളുകളെ ഉണ്ടാവും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴും മഹാത്മാഗാന്ധിയുടെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ, അല്ലേ? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മളെ ദാദാഭായ് നവറോജി ഉൾപ്പെടെയുള്ള ആളുകൾ, ബാലഗംഗാധര തിലകൻ ഉൾപ്പെടെയുള്ള ആളുകൾ,
അവിടെ വളരെ കുറച്ച് ആളുകൾ, എല്ലാ നല്ല കാര്യത്തിനും വളരെ കുറച്ച് ആളുകളെ കാണും അല്ലേ ഈശ്വർ സാറേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈശ്വർ സാറിൻ്റെ ഇപ്പോൾ ഇവരൊക്കെ എത്തിസ്റ്റുകളാണെങ്കിലും സാറിൻ്റെ പേര് ഈശ്വരനാ. അതൊരു സംഭവ്യം അല്ലേ? ബൈ ചാൻസ് അങ്ങനെ വന്ന ഒരു അല്ലേ കാര്യമാവും. ഈശ്വർ കുമാർ തരവത്ത് സാറിൻ്റെ ഞാൻ ചോദിക്കട്ടെ സാറേ, കലാകൗമുദി, മലയാള മനോരമയുടെ മാഗസിൻ കലാപൂർണ, പ്രസാധകൻ, അങ്ങനെ തുടങ്ങിയ ധാരാളം മാസികകളിലും ആനുകാലിക പീരിയോഡിക്കൽസ്, മറ്റു പീരിയോഡിക്കൽസിൽ ഉൾപ്പെടെ അങ്ങ് ഭാഷാഭൂഷണം ഉൾപ്പെടെയുള്ളതിൽ ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ വരാറുണ്ട്. ഈ ഒരു രീതി, സ്റ്റോറി തന്നെ കലാകൗമുദിയിൽ ഇടയ്ക്കിടെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ആളാണ് അങ്ങ്. ഇതിലൊക്കെ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങൾ അങ്ങ് ഏകദേശം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഒരു നിരീക്ഷകൻ കൂടിയാണ്, ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് ഒരു നിരീക്ഷകൻ കൂടിയാണ്. എന്താ അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? അതായത് ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു, ഇപ്പോൾ നമ്മൾ പറയുന്ന മാതിരി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. കേരളം 19-ാം നൂറ്റാണ്ടിൽ. അതെ, ഞാൻ ജീവിച്ച കാലഘട്ടം വിട്ടുകളയും. ഞാൻ ജീവിച്ച എന്നല്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലത്തുള്ള കാലഘട്ടങ്ങൾ വിട്ടിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വായനശാലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വായിക്കുന്ന പുസ്തകം ചെറുകഥകൾ, അല്ലെങ്കിൽ മാക്സിമം ലേഖനങ്ങൾ, അല്ലെങ്കിൽ നോവലുകൾ. ഇതിൻ്റെ അപ്പുറം ഒരു ചരിത്രത്തിലേക്ക് ആരും പോകാറില്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ എല്ലാ ദേശത്തിനും എല്ലാ നാട്ടിനും ഒരു ചരിത്രമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ, ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ തന്നെ പറഞ്ഞുതരാം. ഞാൻ പല്ലാവൂർ എന്ന ഒരു നാടുണ്ട്. ഞാനീ പറഞ്ഞു, അവിടെ വാദ്യകലാകാരന്മാരുണ്ട്, ഒരു നല്ല ക്ഷേത്രമുണ്ട്, നല്ലൊരു ഗ്രാമമാണ്, ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ഇതിനൊരു ചരിത്രമുണ്ട്. പല്ലവരായിട്ട് കണക്റ്റഡാണ്. പല്ലവ രാജാക്കന്മാർ, പല്ലവരുടെ വഴിയായിരുന്നു അത്. തമിഴ്നാട്ടിൽ നിന്ന് മുച്ചേരിയിലേക്ക്, അതായത് നമ്മുടെ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന വഴി ഈ പല്ലാവൂർ വഴി. ചേരമാൻ, പല്ലഞ്ചാത്തന്നൂർ, പല്ലാവൂർ, പിന്നെ ഇനിയുണ്ട്. ഇങ്ങനെയുള്ള ഈ പല്ല എന്ന് തുടങ്ങുന്നത് ഈ പല്ലവരായിട്ട് പല്ലശന ഈ ഒരേ ലൈനിലാണ്. ഇത് പല്ലവരായിട്ടുള്ള ഒരു ഡോക്ടർ സനൽകുമാറിൻ്റെ ചില പാലക്കാടൻ പൈതൃകം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശാന്തമാസികയിലോ മറ്റേ തുടർച്ചയായിട്ട് എഴുതിയിരുന്നു പലതും. അതൊക്കെ ഞാൻ പോയി പിന്നീട് കണ്ടു. ഇന്നത്തെ കൊല്ലങ്കോടിൻ്റെ, അതായത് തെന്മല വടമലയ്ക്ക് കീഴില അതിൻ്റെ ഇന്നും അതിൻ്റെ മണ്ണിനടിയിൽ നമ്മുടെ ചരിത്രാന്വേഷകരാരും, നമ്മുടെ സർക്കാർ പോലും അതിന് ഇമ്പോർട്ടൻസ് എടുത്തിട്ടില്ല. ഇന്നും കുഴിച്ചാൽ കിട്ടും. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ, ഏത് വ്യൂവിൽ വേണമെങ്കിൽ കാണാം. ചിലവർ പറയുന്നത് ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ തകർന്നത് ആയിരിക്കാം, അല്ലായിരിക്കാം. നമുക്ക് അതല്ലല്ലോ കാര്യം. നമുക്ക് അതിനേക്കാൾ കൂടുതൽ ആ ചരിത്രത്തിൻ്റെ തീശേഷിപ്പുകൾ മണ്ണിനടിയിലുണ്ട് അല്ലേ? പല്ലവരുടെ, ചോളരുടെ, പാണ്ഡ്യരുടെ, ഇതെല്ലാം സ്മൃതിയിലാണ്ട ചരിത്രമാണ്. അങ്ങയുടെ ചരിത്രം തന്നെ കൊങ്ങൻ പടയുമായി വലിയ ബന്ധമുണ്ട്. ഇനി പറഞ്ഞത് ഈ കൊങ്ങൻ പടമായിട്ട് കണക്ഷൻ. കൊങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, തമിഴ്നാട്ടിൽ നിന്ന് സേലം, ഈറോഡ് ആ സൈഡിൽ നിന്ന് വരുന്ന കൊങ്ങ് രാജാവ്. അദ്ദേഹം ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ, ഞാൻ ഇന്ന് പറയുന്ന കൊല്ലങ്കോട്, നെന്മാറ, കുനിശ്ശേരി, പല്ലാവൂർ, ഇതെല്ലാം അന്ന് കൊച്ചി രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇത് മലബാർ ആയിരുന്നു, അതായത് മദ്രാസ് പ്രൊവിൻസിലായിരുന്നു. മദ്രാസ് റെജിമെന്റിന്റെ മദ്രാസ് പ്രൊവിൻസ്, അതായത് ഗവർണറുടെ കീഴിലായിരുന്നു. മറ്റേത് ഇതായിരുന്നു. അപ്പോൾ ഈ കൊങ്ങ് രാജാവ് ആക്രമിച്ചപ്പോൾ അന്ന് ഇത്ര സൈനിക ബലമൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുമല്ല, കൊച്ചി വളരെ ദൂരത്താണ്. ഇന്നത്തെ മാതിരി കൺവെയൻസ് ഒന്നും ഇത്ര ഇല്ല. അപ്പോൾ ഇവര് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു. ആരോട്? സാമൂതിരിയോട് എന്നാ പറയുന്നത്. സാമൂതിരിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് മറ്റേ കോഴിക്കോട് എന്ന് പറയും. പക്ഷെ അങ്ങാടിപ്പുറം, അവിടെ അങ്ങയുടെ ബേസ് അവിടെയാണല്ലോ, അരവത്ത് തറവാടിന്റെ വേറൊരു ബേസ്. പക്ഷേ അവിടെ ഒരു സ്പ്ലിറ്റായിട്ട് കോനാതിരികളും സാമൂതിരിയും തമ്മിലുള്ള ചില ചാവേർ, ആ ഒരു വൈരാഗ്യം. ചാവേർ തറ തന്നെ ഉണ്ട് അവിടെ ഉണ്ട്. തിരുനാവായയിൽ ചാവേർ മാമാങ്കം നടത്താറുണ്ട് അല്ലേ? അതെ, നമ്മുടെ തിരുനാവായ. ഞാനതാണ് കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നു. എനിക്ക് പേജിൽ പോയാൽ കാണാം. അതെ, തറയുടെ ഫോട്ടോ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഈ കോനാതിരി അതിൽ ഇടപെട്ടു എന്നാ പറയുന്നത്. കോനാതിരി, വെള്ളാട്ടിരി എന്നും പറയും, രണ്ട് വാക്കിൽ അവർ പറയും. അപ്പം അവർ ഇടപെട്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം,
ഞങ്ങളുടെ പടയാളികളെ അയച്ചു തരാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അന്ന് കാൽനടയായിട്ട് വരണം. അതെ. അങ്ങനെ വന്നിട്ട് ഇന്ന് കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതാണ് ഈ കൊങ്ങുനാടായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് കോങ്ങാട് വന്നതെന്നൊരു ഭാഷയുണ്ട്. പക്ഷെ അതിനുള്ള എവിഡൻസ് ഒന്നും ചോദിച്ചാൽ തരാൻ പറ്റില്ല. കോങ്ങാട് എന്ന് പറഞ്ഞിട്ട് പട്ടയിടുക എന്നാണ് അവരുടെ ഭാഷയിൽ പറയുന്നത്. പട്ടയിടുക എന്ന് വെച്ചാൽ ബാരക്ക്. നമ്മൾ ഈ താറാവിനെയൊക്കെ കൊണ്ടുപോയിട്ട് കണ്ടിട്ടില്ല ആൾക്കാർ, വാത്തിനെയൊക്കെ പട്ടയിടുക എന്ന് പറയും, വട്ടത്തിലിങ്ങനെ. അങ്ങനെ മിലിറ്ററി ബാരക്ക്. ഇന്ന് കോങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് അവർ അപ്പം എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കാൻ കാരണം എന്ന് വെച്ചാൽ കൊങ്ങ് രാജാവ് മടങ്ങിപ്പോയി, അതായത് യുദ്ധം ചെയ്താൽ ജയിക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് മടങ്ങിപ്പോയി എന്നും പറയുന്ന ഒരു മെസ്സേജ് കിട്ടിയതുകൊണ്ട് അവർ തിരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ടെമ്പററി ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ 1 വർഷം എടുത്തു അവരിവിടെ താമസിക്കാൻ, അതായത് ഈ പടയാളികളും ഇവരൊക്കെ ആയിട്ട്. ഇവർക്ക് മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒന്ന് അന്നത്തെ കാലത്തുള്ളത്, കാലത്ത് കുളിച്ച് ഈറനോട് കൂടിയിട്ട് പരദേവതയെ തൊഴുതതിന് ശേഷം പച്ചവെള്ളം കുടിക്കുള്ളൂ ഈ നായർ പടയാളി. അതെ അതെ, അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതിയെ വണങ്ങി ആണ് ജീവിതം തുടങ്ങുന്നത് രാവിലെ. അന്ന് ഈ പറയുന്ന മാതിരി കോങ്ങാട്ടിൽ നിന്ന് അവർക്ക് അങ്ങാടിപ്പുറത്ത് പോയി വരാൻ പറ്റില്ല. ഇത് വർഷങ്ങൾ വർഷമായി, 1 വർഷത്തോളം ആയപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷിച്ചു വല്ല കോനാതിരോട്, ഞങ്ങൾക്ക് എങ്ങനെ വന്ന് തൊഴുകാനൊന്നും പറ്റില്ല, അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നത്. അദ്ദേഹം കൽപ്പിച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനെ അദ്ദേഹത്തിന് സാമൂതിരിയുടെ ആരൊക്കെയോ സഹായിച്ചു എന്നും പറയണു ഉള്ളുകൊണ്ട്. അതെ, രണ്ടും സ്പ്ലിറ്റ് ആയിരുന്നെങ്കിലും അങ്ങനെയാണ് ഇവിടെ ഒരു തിരുമാന്താംകുന്ന് ക്ഷേത്രം. ഒരേ പാറ്റന്റ് ആണ്. ഇത് ചെറുതാണ്, അവത് വലുതാണ്. ഈ ആറാട്ടുകൾ, ഉത്സവങ്ങൾ എല്ലാം ഒരേ തന്നെയാണ്. എന്നിട്ട് കോങ്ങാട് നായർ എന്ന് പറയുന്ന ഇന്നത്തെ ആ നായർ വീട്ടുകാർക്ക് കുറേ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് സ്വത്തുക്കൾ കൊടുത്തു എന്നാണ്. അത് വെച്ച് പിന്നീട് ഇതാണ് ആ കഥ. അപ്പോൾ അതിനുശേഷം ഈ കൊങ്ങൻ്റെ ആവശ്യം വന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുഭാഷയിൽ പറയുമ്പോൾ, ഇപ്പോൾ ഇവിടുത്തെ ഭഗവതി, അതായത് ചിറ്റൂർ ഭഗവതി മുറവും ചൂലും എടുത്തുകൊണ്ടാണ് കൊങ്ങനെ എതിരിട്ടതെന്ന്. അതിനുശേഷം രണ്ടാമത് വന്നപ്പോൾ അതിൽ പടയാളികളായി സ്ത്രീകളാണ്. ഇവരാരും ഇല്ല, ഈ പടയാളികളാരും ബന്ധപ്പെട്ടിട്ടില്ല, സ്ത്രീകളാണ്. അതാണ് ചിറ്റൂർ ഇപ്പോഴും സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസാണ്. നെന്മാറ, ഈ കുനിശ്ശേരി, ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ സ്ത്രീകൾക്ക് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ മൂലും ആയുധം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവതി പറഞ്ഞു എന്നാണ് പറയുന്നത്, ചൂലും മുറവും നിങ്ങളുടെ ആയുധമല്ലേ, അതെടുത്ത് ഇറങ്ങിക്കോളൂ, നമുക്ക് നേരിടാം. അങ്ങനെ ഭഗവതിയുടെ നേതൃത്വത്തിൽ, അങ്ങനെ ചിറ്റൂർ കാവിലമ്മ എന്ന് പറയും, അവരുടെ നേതൃത്വത്തിൽ കൊങ്ങനെ തോൽപ്പിച്ചു. ഇപ്പോഴും ആ ഒരു ശവം മഞ്ചം കൊണ്ടുവരുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് ഈ കോങ്ങമ്പടയ്ക്ക്. അതിന്റെ ഓർമ്മകളാണ് അല്ലേ? ഓർമ്മകളാണ്, വല്ലാത്തൊരു ഇതാണത്. ഓല വായനയുണ്ട് ഇങ്ങനെ ഇട്ടിട്ട്. രായൻചൂക്കത്ത് തന്നെ ദൂരദർശനിൽ ഒരു ഡോക്യുമെന്ററി ആയിട്ട് എടുത്തിരുന്നു. അപ്പൊ ഞാനും അതിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ. ഈ കൊങ്ങൻപേടയുടെ ആ ചരിത്രത്തിലെ ആ പടയാളികളായി ഈ നായർ തറവാട്ടുകാർ, ഇപ്പോൾ തരവത്ത് തറവാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അതിൻ്റെ കാര്യങ്ങൾ അതാ പറഞ്ഞത്. ഈ പറയുന്ന നായർ പടയാളികളുടെ സഹായ സഹകരണങ്ങൾ അവർക്ക് കിട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ അതിനുള്ളൊരു എവിഡൻസ് ചോദിച്ചാൽ തരാൻ ഇന്നും കാണാൻ പറ്റിയിട്ടില്ല, കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമൂതിരിയും ഈ വള്ളുവക്കോനാദികളും തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ട്, അതല്ലെങ്കിൽ രണ്ടുപേരും അകന്നാണ് കഴിഞ്ഞിരുന്നത്, അറിയാലോ. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെ പലരും അവരെ സഹായിച്ചിട്ടുണ്ട്. അവർ കുറേ ആൾക്കാരെ ഇവരെയും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നുപോയത്. പക്ഷേ എങ്കിലും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ ചരിത്രമാണ് അങ്ങയുടെ ഒരു ബേസ്. ഈ പുതിയ എഴുത്തുകൾ, ഇപ്പോൾ 3 പുസ്തകങ്ങൾ അദ്ദേഹം, ദീപശിഖ, അതുപോലെ അവാന്തരങ്ങൾ, പിന്നെ ദേവഭൂമിയിലെ ദേവദാരുക്കൾ തുടങ്ങിയ യാത്രാവിവരണ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിരവധിയായ ആർട്ടിക്കിളുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ അവാന്തരങ്ങൾ എന്ന് പറയുന്നതിൻ്റെ മുഖപുര എഴുതിയിരിക്കുന്ന മുഖപുര മാനസാന്തരം വൈശാഖൻ സാറാണ് അല്ലേ? ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇത് എഴുതുമ്പോൾ ഉണ്ടായിരുന്നു, ഇതിൽ കാണുമ്പോൾ വല്ലാത്തൊരു
ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നു. എന്താ അതിനെക്കുറിച്ച്? എൻ്റെ ഓർമ്മകളാണ്. ചെറുപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു 8ാം 9ാം ക്ലാസ്. അതെ, എനിക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു 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 മനസ്സിനകത്ത് വരുന്നു ഓർമ്മകൾ. അന്നും ഞാൻ ഈ ഡയറി എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ കുറിച്ച് വെക്കുക. അന്ന് ഡയറി ഒന്നുമില്ല, ഒരു നോട്ട് പുസ്തകത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്. അത് ഓരോ ചലനങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ചലനങ്ങളും എന്തുകൊണ്ടോ അത് എൻ്റെ ഈ നേരത്തെ പറഞ്ഞ ജീനിൽ ഉള്ളതായിരിക്കാം. അമ്മാളും അമ്മയുടെ ജീനിലായിരിക്കാം, എങ്ങനെയാണെന്ന്. അപ്പോൾ അത് കുറിച്ച് വെച്ചതിനൊക്കെ പിന്നീട് എനിക്കിങ്ങനെ മനസ്സിൽ അത് വേണം എന്ന് എഴുതണമെന്ന്. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ തൊഴിൽ ഞാൻ പോയി പെട്ടത് നേവിയിലാണ്. നേവിയിൽ എനിക്ക് അതും നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് എനിക്ക് ഷിപ്പിൽ തന്നെ പോകണം. അതെ, അങ്ങയുടെ ഒരു ഇത് നോക്കൂ. ഉത്തരം തേടി അനന്ത നീലാകാശത്തിൻ്റെ കുടക്കീഴിൽ നിലാവുദിക്കാത്ത ഇരുണ്ട നിശ്ചലതയിൽ മൗനത്തിൻ്റെ അർദ്ധയാമങ്ങളിൽ പുഴക്കരയിലൊരിടത്ത് മിന്നുന്ന താരാപഥങ്ങളെ നോക്കി ഞാനിരുന്നു. സജീവവും സംവാദാത്മകവുമായ കുറേ പാഠഭേദങ്ങളുടെ സംശയ നിവൃത്തികൾക്കായി അനാദികാലം തൊട്ട് ദുരൂഹതകളാൽ മൂടപ്പെട്ട ജനനമരണ വ്യാഖ്യാനങ്ങൾക്കായി അനന്തവും അവർണ്ണനീയവുമായ ഋതുഭേദങ്ങളുടെ അപരിമിതങ്ങൾക്കായി അങ്ങനെ അങ്ങ് പോവുകയാണ്. കാര്യം ഇദ്ദേഹം ഇപ്പം ഞാൻ പറയാം, ഒരു കടൽ ജീവനക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥ തലത്തിൽ നീലാകാശവും നീല കടലുമായുള്ള ആ ഒരു ആത്മബന്ധം അതൊക്കെ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതൊരു നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടതാണ്. അതെ അതെ അതെ. അപ്പം ഈ ഓർമ്മകളെ പങ്കിടണം, മറ്റുള്ളവർക്ക് പോലും അത് പങ്കുവെക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അന്നുണ്ട്, ഇന്നുണ്ട്. അപ്പോൾ അത് ഈ ഓർമ്മകളൊക്കെ ചികഞ്ഞെടുത്ത് ഈ ഡയറിയിൽ നിന്നൊക്കെ എടുത്ത് ആ കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം ഇതപ്പോൾ അതിൽ ആദ്യത്തെ നോക്കിക്കോളൂ, അത് ആദ്യത്തെ ഒരു ഇവിടേക്ക്, അതായത് ആദ്യമായിട്ട് ഞാൻ മൂകാംബിയിൽ പോകുന്ന സൗവർണിക തീരത്ത്. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ആത്മീയമായിട്ട് എന്തോ ഒരു ആർട്ടിക്കിളാണ്. അതായത് അതിൽ പറയുന്നുണ്ട്, ദൈവം ഇറങ്ങി വന്ന് എന്നോട് തോൾ ചേർന്നിരുന്നാലും ഒന്ന് തൊടാൻ പോലും നോക്കാതെ ഒരു വാക്കുച്ചരിക്കാതെ പോകാൻ ആഗ്രഹിച്ച കാലം. അതാ എത്തിസ്റ്റ് മനോഭാവം ഉള്ളിലുണ്ടായിരുന്നു പൈതൃകത്തിൻ്റെ ഭാഗമായി. അക്ഷരങ്ങളന്ന് എന്നിൽ നിന്നും കുറച്ചൊക്കെ അകന്നു മാറി നിന്നിരുന്നു. മഷിപ്പേനകൾ കൊണ്ട് തുണ്ടു കടലാസുകൾ എഴുതാനായിരുന്നു എനിക്കിഷ്ടം. വെട്ടിത്തിരുത്തലുകളുടെ മടവെള്ളപ്പാച്ചിലൂടെ അങ്ങനെ പോകാൻ കുത്തിക്കുറിക്കൽ തിരുത്തൽ. ഇതാണ് പ്രിയപ്പെട്ടവരെ, ശ്രീ ഈശ്വർ കുമാർ തരവത്തിൻ്റെ രചനകൾ എല്ലാ എഴുത്തുകാരും ചെയ്യുന്നത് പോലെ എഴുതുക വെട്ടുക തിരുത്തുക. ഇതൊരു ഒരു പ്രക്രിയയായിരുന്നു. അങ്ങനെ എഴുതി വന്നിരിക്കുന്ന ഒരു മഹാമനുഷ്യനാണ് ശ്രീ ഈശ്വർ കുമാർ തരവത്ത്. പറയൂ സാർ. അപ്പോൾ ഈ ഇത്തരം, അതായത് ഈ ഓർമ്മകളെ അത് പങ്കുവെക്കുക എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ പിന്നീട് എൻ്റെ തൊഴിൽ ആയതിനു ശേഷം എനിക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ, കൂടുതലും വിദേശത്താണ് എനിക്ക് പോകാൻ പറ്റിയത്. നാവിഗേഷൻ സൈഡിലായതുകൊണ്ട്, ഷിപ്പിൽ പോകുന്നത് കൊണ്ട് എനിക്ക് വിദേശങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ പോയാൽ സാധാരണ ആൾക്കാർ ഉടനെ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുറച്ച് അന്നൊക്കെ വിദേശ സാധനങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ആയിട്ട് പോകും. പക്ഷേ എനിക്ക് അന്നും അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചോളം ഈ കാണാൻ ഉള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ജീവിത രീതികൾ, ഇതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയായിട്ട് അപ്പോൾ ആൾക്കാർ പറയും ഇയാൾക്ക് വിഡ്ഢിയ, ഇയാളെ എന്താ ഇങ്ങനെ എന്ന് പറയും. ഗാനയിലൊക്കെ ഉദാഹരണം ഞാൻ പറയാം. ഗാനയിൽ താക്കറാടി എന്ന് പറഞ്ഞിട്ടൊരു ഹാർബറിൽ പോയപ്പോൾ അവിടുത്തെ ഈ മരം കൊണ്ട് ഇങ്ങനെ വെച്ചൊരു ഹാർബറാണ്, അല്ലാതെ അവിടെ ഒരു ശരിക്കുള്ള ഒരു വാർഫ് പോലും ഇല്ല. അതിൽ ഞാൻ പോയ സമയത്ത് അവിടുന്ന് അവർ ഈ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അതായത് അവിടുത്തെ ഒരാളെ ഞാൻ പരിചയപ്പെട്ട് അവർ എനിക്കൊന്നിങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ ആദിവാസി അല്ലെങ്കിൽ വനവാസി, അവരെ ഒന്ന് ഇതാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ കഷ്ടമാണ്. ജീവിതം വലിയ ബുദ്ധിമുട്ടാണ്. രണ്ട് കാര്യമാണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഷിപ്പിൽ പോയ ആളാണ്. ആഫ്രിക്കൻ കൺട്രി അല്ലേ? ആഫ്രിക്കൻ, ഗാന. ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ
എനിക്ക് പോണ്ടത് ഡെൻസ് ഫോറസ്റ്റിലാണ്. എനിക്ക് അതിൽ പോയിട്ടാണ് ഇവരെ കാണാൻ പറ്റുക. ഏറുമാടത്തിൽ ജീവിക്കുന്ന ഇവരെ കാണണം. അപ്പോൾ ലീഗലായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, പെർമിഷൻ കിട്ടില്ല. പക്ഷെ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഒരു ക്യാപ്റ്റൻ വർമ്മ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിന് എന്തോ ഡൽഹിക്കാരനാണ്, അദ്ദേഹത്തിന് എന്നോടുള്ള ചെറിയൊരു സോഫ്റ്റ് കോർണർ എന്തോ കൊണ്ട് അദ്ദേഹം എനിക്ക് ആരും അറിയാതെ ആ ഹാർബറിലുള്ള ഒരു ഗാനക്കാരൻ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പൊക്കോളം പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം റിക്ഷയിൽ പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ കാടാണ്. ആ കാട്ടിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ നടക്കണം കാട്ടിൽ കൂടെ. ഡെൻസ് ഫോറസ്റ്റ് ആണ്. പക്ഷെ ഒന്നും കാണാനൊന്നും പറ്റില്ല. അദ്ദേഹം അവിടെ ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹം കൂട്ടി നമ്മളെയും കൊണ്ടുപോയി. അവിടെ ഏറുമാടത്തിലാണ് ഇവർ താമസിക്കുന്നത്. അതൊക്കെ കെട്ടിണ്ടാക്കി മുകളിലെ. പലർക്കും ഞാൻ പറയുകയാണെങ്കിൽ വസ്ത്രം പോലും ഇല്ല, അല്ലെങ്കിൽ ഒക്കെ നാണം മറക്കലൊക്കെ ഈ ഇല കൊണ്ടും എന്നൊക്കെ പഴയ നമ്മൾ ഇതിലൊക്കെ കാണില്ല, തോല് കൊണ്ടൊക്കെ അങ്ങനത്തെ ഉള്ളതാണ്. ഈ കായ്കനികളൊക്കെ എടുത്ത് ഭക്ഷിച്ചിട്ടൊക്കെ. അതല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു ഇപ്പോഴും ഒരു ഓർമ്മ വരുന്നുണ്ട്. സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വെളുത്ത ആളാണല്ലോ, നമ്മൾ ഈ വെള്ളക്കാരെ കണ്ടിട്ടില്ലേ നമ്മൾ ആൾക്കാർ, അതേമാതിരി ഞാൻ അവരുടെ ഇടയിൽ ഒരു അതെ സായിപ്പാണ്. കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ എന്ന് പറയുന്നത് അതുമാതിരി എന്നെ വന്നിങ്ങനെ തൊട്ട് നോക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ വന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കുട്ടി, ഒരു 7-8 വയസ്സായ കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയി. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു പശുക്കുട്ടി അവിടെ മേയുന്നുണ്ട്, ഇങ്ങനെ പുല്ല് ഓടിപ്പോയിട്ട് അതിൻ്റെ കഴുത്തിൽ അങ്ങനെ കടിച്ചിട്ട് അതിൻ്റെ ബ്ലഡ് ഇങ്ങനെ ബ്ലഡ് കുടിച്ച് കണ്ടു കുറേ അതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഞരമ്പിൽ കടിച്ച് ആ ബ്ലഡ് കുടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. അതൊന്നുമില്ല, അതിങ്ങനെ പോയി കുറച്ച് പശുക്കുട്ടി പുല്ല് മേയുന്നുണ്ട്. അപ്പം ഞാനിത് ഇദ്ദേഹത്തോട് ചോദിച്ചു. ഇവർക്ക് നമ്മുടെ ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഈ ഹാർബർ എംപ്ലോയി ഉള്ളതുകൊണ്ട് അയാളോട് ഞാൻ ചോദിച്ചത് ഇവിടെ ഉള്ള ഒരു ഇതാണ്, അത് കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും പറ്റില്ല, അത് ആ ഞരമ്പിൽ കടിച്ചെന്നേ ഉള്ളൂ, ഒന്നുമില്ല, അത് മേഞ്ഞോളൂ, കുഴപ്പമൊന്നും. ഇവിടെ എല്ലാവരും ചെയ്യുന്നതാണ്. വെള്ളം തായിച്ചിട്ടുണ്ടാവും പയ്യൻ, അതുകൊണ്ട് മുമ്പേ കുടിച്ച. അപ്പം ഞാൻ ആലോചിച്ചോളൂ, ഞാനിത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവരെത്രത്തോളം നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എത്ര പുറകിലാണ് അവർ, ആ ഒരു സമൂഹം എന്നറിയാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ അവിടെ പോയത് കൊണ്ടാണ് കാണാൻ പറ്റി. ഞാൻ അതിനു വേണ്ടി അത് പറഞ്ഞു. ഞാൻ നേരെ മറിച്ച് ടാക്കറോഡി സിറ്റിയിൽ കൂടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് പോയി. അതാണ് ചരിത്രം അറിയാൻ, ചരിത്രം അന്വേഷിച്ച് പോകണം. ചരിത്രം നമ്മളിലേക്ക് വരില്ല, നമ്മൾ ചരിത്രത്തെ കാണുക തന്നെ ചെയ്യണം. ചരിത്രം അറിയാത്തവർക്ക് ചരിത്രം നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. സാറ് ഓർക്കുന്നില്ലേ? ഇവിടെ ചരിത്ര നിർമ്മിതികൾ നമ്മൾ അറിയാതെ ചരിത്രം നിർമ്മിച്ച കാര്യമില്ല. സാറ് ചരിത്രത്തെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. അത്തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ ഇന്നിപ്പോൾ വളരെ ഇപ്പോൾ ഈ നമ്മുടെ മറ്റേ വേൾഡ് ട്രേഡ് സെൻ്ററൊക്കെ വീണ് പോയില്ലേ, എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇന്നിപ്പോൾ ഞാൻ അവിടെ സീറോ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഇവരിത് പറയുമ്പോൾ ഞാൻ ആലോചിക്കും, അന്നത് പോയത് കൊണ്ട് കാണാൻ പറ്റും, ഇന്നിപ്പോൾ അത് നമുക്ക് വിചാരിച്ചാൽ കാണാൻ പറ്റില്ല. അതേമാതിരി നയാഗ്ര ഫാൾസ്, അത് അമേരിക്കയിലും ഉണ്ട് കാനഡയിലും ഉണ്ട്. 2 സ്ഥലത്തും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കാനഡയായിരുന്നു, മോൺട്രിയൽ എന്നുള്ള പോർട്ടായിരുന്നു. അവിടുന്ന് ഇവിടേക്ക് കാർഗോ എടുത്തിട്ട് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ നയാഗ്രയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഫിലഡൽഫിയ എന്നുള്ള പോർട്ടിൽ പോയാൽ കാർഗോ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ടാക്സി എടുത്ത് പോകാനേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ദൈവം എനിക്ക് തന്നതായിരിക്കും തീർച്ചയായും. പക്ഷേ ഞാനിതിൻ്റെ അവതാരികയല്ല എൻ്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിൽ പലതും എനിക്ക് കാണാൻ പറ്റി. പക്ഷെ നമ്മുടെ നാട്ടിൽ പൈതൃകം ഒരുപാടുണ്ട്, അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു നാട്ടിൽ ഈ ജോലിയൊക്കെ മതിയാക്കി വന്ന് ഇവിടെ വന്ന് എനിക്കിങ്ങനെ കുറേ കാണാനുണ്ട് ബാക്കി. അങ്ങനെയാണ്, അതാണ് ഈ തുടക്കം. യാത്രാവിവരണങ്ങളിലും പറയുന്നുണ്ട്, ദേവഭൂമിയിലെ ദേവദാരുക്കൾ യാത്രാവിവരണ ഗ്രന്ഥമാണ്. ഒരു യാത്ര, അത് ഒരു നോർത്ത് ഇന്ത്യ മുഴുവൻ, അതായത് വാഗാ ബോർഡർ തൊട്ട് മാന വില്ലേജ് വരെ നടത്തിയ യാത്രയാണ്. ഞങ്ങളൊരു 11 പേര്, റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു 11 പേര് ഞങ്ങൾ ഒന്നിച്ചിട്ട് അങ്ങനെ പോയത്. അപ്പൊ അതില് ഈ ചാർധാമോ ഹിമാലയ ഒക്കെ പോകാൻ പറ്റും. അതുകൊണ്ട് വലിയൊരു ഇതാണ്, ഒരു ഇതായിരുന്നു ഒന്നാണ്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അത്രത്തോളം അതിനെ മനസ്സിലാക്കാനുള്ളതായ അറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല.
ഇപ്പം എല്ലാ വലിയ ആളുകളും അങ്ങനെ പറയാ. അങ്ങനെയല്ല, അതെ, അങ്ങനെ ആയിരുന്നു. ഇന്നായിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടി മാന വില്ലേജിലൊക്കെ പോയത് എനിക്കിപ്പോഴും ഓർമ്മ. നേപ്പാൾ ബോർഡർ ലാസ്റ്റ് വില്ലേജ് ആണ് ഇന്ത്യ, മാന വില്ലേജ്, മാനാഗാവ് എന്നാണ് പറയുക നമ്മുടെ ഭാഷയിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ പണിക്കേഴ്സ് ട്രാവൽസ് ആണ് ഞങ്ങളുടെ ഇത്. അവർ പറഞ്ഞു നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ ഞങ്ങളുടെ പാക്കേജിലില്ല, കാണാൻ പോകാൻ പറ്റില്ല. അതെ. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കൊടുക്കുക എക്സ്ട്രാ. അപ്പം ഗൈഡ് കം ഡ്രൈവർ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്കൊന്ന് പോകാം. അയ്യോ അത് കാട്ടിൽ കൂടെ 4 മണിക്കൂർ നടക്കണം, നടന്നിട്ട് ഡെൻസ് ഫോറസ്റ്റ് ആണ്, പിന്നെ അത് അങ്ങനെ ലീഗൽ പ്രോബ്ലം ഒക്കെ വരുന്നു. താൻ വിചാരിച്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞ് മണിക്കൂറുകൾ, ഈ 4 മണിക്കൂർ അങ്ങോട്ടും 4 മണിക്കൂർ ഇങ്ങോട്ടും, ഒരു 2 മണിക്കൂർ അവിടെ മാന വില്ലേജിൽ പോയി. മാന വില്ലേജ്. ഇപ്പം അവിടുത്തെ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്കൊന്നും പാസ്പോർട്ടൊന്നും വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. തൊഴിലിന് അവിടെ പോവാണ്. നമ്മുടെ ഇപ്പം ഇന്ന് ഇവിടെ അതിഥി തൊഴിലാളികൾ വരുന്ന മാതിരി നമ്മുടെ ആൾക്കാർ അവിടുത്തെ വയലിൽ പണിയാനും പാടത്ത് പണിയാനും ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോവാം. അതേമാതിരി അവിടെയുള്ള ആൾക്കാർ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇന്ത്യൻ കറൻസി അവിടെയും പോകും നമ്മുടെയും പോകും. ഇതിന് നമുക്ക് ഹിമാലയ യാത്രയൊക്കെ നടത്തി. ആ യാത്രയിൽ അങ്ങനെയൊക്കെയുള്ള ചില എക്സ്പീരിയൻസ് ഞാൻ അതിനു വേണ്ടി മാത്രം അത് പറഞ്ഞു. ചിത്രം നമ്പൂതിരിപ്പാട് 100-ാം വയസ്സിലും ഹിമാലയ യാത്ര നടത്തിയിരുന്നു. ചിത്രം നമ്പൂതിരിപ്പാട്. ഞാനിപ്പോൾ അങ്ങയുടെ ഒരു ചരിത്ര കുതുകി, ചരിത്രം വളരെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങിപ്പോൾ അടുത്തൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹംപി വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചൊരു എഴുത്താണ്. ഹംപിയിൽ പോയപ്പോൾ ഹംപി കണ്ടു കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് കേട്ടറിവുണ്ട്, കുറച്ചതിനെപ്പറ്റി അത്രയും അറിയില്ലായിരുന്നു. ഹംപി എന്നവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഗൈഡിൽ നിന്ന് കിട്ടി ഇവിടെ ഒരു വിജയനഗര സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ട്. ബുക്കാനൻ, മനോഹരൻ, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രങ്ങളാണ്, വലിയ വലിയ ക്ഷേത്രങ്ങൾ, വിശാലം. ഇത് മണ്ണിൻ്റെ അടിയിൽ നൂറ്റാണ്ടുകൾ കിടന്നു എന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ ഒരു വെള്ളക്കാരൻ വേണ്ടി വന്നു. ഏതോ ഒരു കർഷകൻ്റെ കലപ്പ അതിൽ തട്ടിയപ്പോൾ ആണ് ശബ്ദം വന്നപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ അയാൾ ഭയപ്പെട്ട് ഓടി. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു അവിടുത്തെ ഒരു വെള്ളക്കാരൻ ഉദ്യോഗസ്ഥനാണ് വീണ്ടും അത് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ഇത് പുറത്തു വന്നത്. ഇനിയും അതിൻ്റെ ബാക്കി വരാൻ എത്രയോ ഉണ്ടെന്നാണ് ഈ കാര്യങ്ങൾ, ചരിത്ര ഇതിന് പുറമെ അതിനുള്ള വേറൊരു കണക്ഷൻ അതിനിപ്പോൾ കൂട്ടിച്ചേർത്തതാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മുടെ രാമായണമായിട്ടൊക്കെ അതിന് ബന്ധം കിഷ്കിന്ത അവിടുത്തെ തുംഗഭദ്ര നദിയാണ് അതിൻ്റെ ഓരം. തുംഗഭദ്രയുടെ അടുത്താണല്ലോ. അത് മുഴുവൻ ഈ ഉരുളൻ കല്ലുകളാണ്, വലിയ വലിയ കല്ലുകൾ, വലിയ 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 കല്ലുകൾ. പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഞാൻ പോയിട്ടില്ല, പഠിച്ചിട്ടേ ഉള്ളൂ. അതെ, ബാലിസുഗ്രീവ യുദ്ധം ഉണ്ടായത് പോലും ആ മലയിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. എൻ്റെ മുകളിലേക്ക് കയറാം, നമുക്ക് കുറച്ച് കഷ്ടമാണെന്നേ ഉള്ളൂ. ഈ വട്ടത്തിലുള്ള ഇതില്ലേ നമ്മുടെ തോണിയല്ല, ഈ ഒരു കൊട്ട, അതിൽ പോകണം. അത് നമ്മൾ സ്വന്തമായിട്ട് പോകണം. ഞങ്ങൾ പോയി, ഞങ്ങൾ 2-3 നാളൊക്കെ അതിൽ വരാൻ താല്പര്യമുള്ളൂ, മറ്റേവരൊന്നും വന്നില്ല. ഞങ്ങളങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ പിടിച്ച് കയറണം അതിൻ്റെ മേലെ. ഇപ്പം അവിടെ ഒരു ശ്രീരാമൻ്റെ പാദമാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പൂജയൊക്കെ ആൾക്കാർ പോകുന്ന അവിടെ ഇത്തിരി കുങ്കുമവും അതൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഇവിടെയാണ് ഉണ്ടായത് ഈ ബാലസുഗ്രീവ യുദ്ധം ഉണ്ടായത്. ഈ പാറകൾ എടുത്ത് എറിയായിരുന്നു രാമായണത്തിൽ പറയുന്നുണ്ട്, പാറകൾ പൊട്ടിച്ചെറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഗൈഡ് ഇങ്ങനെ വിവരിച്ചു തരും അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചരിത്രം നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ ബുക്കാനനും ഹരിഹരൻ എന്ന് പറയുന്ന 2 പേരാണ്, 2 സഹോദരന്മാരാണ് ഈ സാമ്രാജ്യത്തിൻ്റെ തുടക്കട്ടത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് ഇപ്പോൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ ഈശ്വർ കുമാർ തരവത്ത് സാറിനോട് നമ്മൾ എത്ര സംസാരിച്ചാലും മതിയാവില്ല, വലിയ കുറേ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങയുടെ കുടുംബം ഞാൻ, അമ്മയും അച്ഛനൊക്കെ മരിച്ചുപോയി. ഞാനും വൈഫും, അവരുടെ പേര് പ്രസന്ന ആണ്, പല്ലാവൂരാണ് അവരുടെ ശരിക്കും സ്വദേശം. ഒരു ജോലി ചെയ്തിരുന്നു ഇവിടെ, മറ്റേ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. BDO അല്ല, സീനിയർ സൂപ്പർവൈസർ റിട്ടയർ ചെയ്തു. ഒരു മകനാണുള്ളത്, അയാൾ എഞ്ചിനീയറാണ്. നവീൻ കുമാർ കോയമ്പത്തൂരാണ് സെറ്റിൽഡ് ആയിട്ട്. മരുമകള് ശ്രീകുട്ടി, ശ്രീരേഖ എന്നാണ് അവളുടെ കുട്ടി. അവർക്കും ഒരു കുട്ടിയുണ്ട്, മൃദുല. അതെ, അവരവിടെ സെറ്റിൽഡ് ആണ്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഈശ്വർ കുമാർ സാറിൻ്റെ എഴുത്തു ജീവിതം തുടരും, ചരിത്രാന്വേഷണം തുടരും. അദ്ദേഹവുമായി എത്ര സംസാരിച്ചാലും നമുക്ക് മതിയാവാത്ത കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണോ, നമ്മുടെ ഇത് കാണുന്ന ആളുകളോട്? ബിജുമോനും അതുമാതിരി തന്നെ
ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഞാൻ ഇങ്ങനെ ഒരു അവസരം എന്നോട് ഇവിടെ വന്ന് സംസാരിക്കാനും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ ഒരു പുസ്തകം അടുത്ത് ഇറങ്ങുന്നുണ്ട്. അതാണ് വിജയനഗരത്തിൻ്റെ കഥ എന്നാണ് അതിൻ്റെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരിതാണ്. അപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ കളക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഇതിൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കൂടി കഴിഞ്ഞിട്ട് ഞാൻ അതും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. താങ്ക് യു. വലിയ സന്തോഷം. താങ്ക് യു.